നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊച്ചി നഗരഹൃദയത്തിലെ ഒരു പെറ്റ് ഹോസ്റ്റലിലേക്കാണ് ഇന്ന് യാത്ര. യജമാനന്മാർ വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ അരുമകളെ പാർപ്പിക്കാൻ ഒരിടം കേരളത്തിൽ ഇന്ന് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ ചെറുപ്പക്കാരനായ നിർമ്മൽ ഐപ്പ് നടത്തുന്ന ഓറിയാന പെറ്റ് ഹോസ്റ്റലിലെ വിശേഷങ്ങൾ. കൊച്ചി കളമശ്ശേരിയിൽ നിന്നും കാണാം ഹരിതം സുന്ദരം ഓറിയാന പെറ്റ് ഹോസ്റ്റൽ. ഓറിയാന എന്നാൽ സുവർണ ഉദയം എന്നാണ് അർത്ഥം. ലാറ്റിൻ വാക്കാണ് ഓറിയാന. സുവർണ ഉദയവുമായി നമുക്ക് മുന്നിലെത്തുന്നത് നിർമ്മൽ ഐപ്പ് എന്ന ചെറുപ്പക്കാരനാണ്. സംരംഭങ്ങൾ തുടങ്ങാൻ ചെറുപ്പക്കാർ നാടൊട്ടുക്ക് പരക്കം പായുമ്പോഴാണ് പുതിയൊരു ആശയവുമായി നിർമ്മൽ എത്തുന്നത്. വേറിട്ട ഒരാശയം വേണം എന്ന നിർബന്ധമുണ്ട് ഏതൊരു സംരംഭത്തിനും. അങ്ങനെയെങ്കിൽ അത് അരുമകൾക്ക് ഒരു അഭയകേന്ദ്രമായാലോ എന്ന് നിർമ്മൽ ചിന്തിച്ചു. വെറുതെ ആയില്ല അത്. കളമശ്ശേരിയിലെ രാജഗിരി റോഡിൽ തേജസ് നഗറിൽ ഇന്ന് അരുമകളുടെ വലിയ സമ്മേളനമാണ്. ഒന്നും സ്വന്തമല്ല എന്നതാണ് ഇവിടെ സംഗതി വ്യത്യസ്തമാക്കുന്നത്. അരുമകൾക്കായി ഒരു ഹോസ്റ്റൽ പുതിയ ഒരാശയമാണ്. ആ സാക്ഷാത്കാരത്തിനായി ഭാര്യ അമിതയും ഒപ്പം ചേർന്നു. അരുമകളുടെ യജമാനന്മാരുടെ അസൗകര്യങ്ങളാണ് ഇവിടെ വരുമാനമാകുന്നത്. സ്വന്തമായി നായ്ക്കളെയോ പൂച്ചകളെയോ തത്തകളെയോ ഒക്കെ വളർത്തുന്നവർക്ക് എവിടെയെങ്കിലും ഒരു യാത്ര പോകണം. അങ്ങനെയെങ്കിൽ അവയെ എവിടെ പാർപ്പിക്കും? ആരാണ് ആഹാരം നൽകുന്നത്? ആരാണ് ചിട്ടയോടുകൂടി തന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത്? അവർക്കെല്ലാം സംതൃപ്തമായ ഉത്തരം നൽകുവാനാണ് നിർമ്മൽ തയ്യാറെടുത്തത്. നഗരത്തിലാണ് സംരംഭം. അതുകൊണ്ട് തന്നെ അതിന്റെ ചിട്ടവട്ടങ്ങൾ എല്ലാം വേണം. നഗരസഭയുടെ അംഗീകാരവും ലൈസൻസുമൊക്കെ നേടി. അതിനായി ചില്ലറയൊന്നുമല്ല നിർമ്മൽ കഷ്ടപ്പെട്ടത്. അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ഒട്ടും ശല്യമില്ലാതെ ഒരു ഒന്നാം തരം ഹോസ്റ്റൽ നടത്തണം. അതും അരുമകളുടെ അഭയകേന്ദ്രം. വിശാലമായ കൂടുകൾ വീട്ടുമുറ്റത്ത് ഒരുങ്ങി. വലിയ ഹോട്ടലുകളിൽ റൂമെടുക്കുന്നത് പോലെ സ്ഥല സൗകര്യത്തിനാണ് ബുക്കിംഗ്. അതിനായി ചെറുതും വലുതുമായ മുറികൾ തീർത്തു. പണ്ടേ പോലെയല്ല അരുമകൾ. പണ്ടൊക്കെ നായ്ക്കളായിരുന്നുവെങ്കിൽ പിന്നീട് ആ സ്ഥാനം പൂച്ചകൾ കൈയടക്കി. അവയോടൊപ്പം തന്നെ കിളികളും തത്തകളുമൊക്കെ ചേർന്നു. സ്വർഗീയ സൗകര്യങ്ങൾ അരുമകൾക്കായി വേണം എന്ന് യജമാനന്മാർക്ക് നിർബന്ധമുള്ളതുപോലെ നടത്തിപ്പുകാരനായ നിർമ്മലിനും അതൊക്കെ നിർബന്ധം തന്നെ. അരുമകളുടെ വൻ നിര തന്നെ ഓറിയാന പെറ്റ് ഹോസ്റ്റലിനെ തേടിയെത്തി. ഇതാ ഒരതിഥിയെ നോക്കൂ. ആഫ്രിക്കൻ ഹെൽമെറ്റഡ് ടർട്ടിലാണ് പുതുതായി വന്നവൻ. ഇന്ത്യയിലെ ആമയല്ല. അതുകൊണ്ട് തന്നെ അരുമയായി വളർത്തുകയും ചെയ്യാം. നിയമങ്ങൾ എതിരല്ല. ശുദ്ധജലത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുമൊക്കെയാണ് ആഫ്രിക്കൻ ഹെൽമെറ്റഡ് ടർട്ടിൽ വളരുന്നത്. അതിനെ വളർത്തുന്നവരുടെ അതേ സാഹചര്യം തന്നെ ഒരുക്കി കൊടുക്കുകയാണ് നിർമ്മൽ ഐപ്പ് ചെയ്യുന്നത്. ചെറിയ അക്വേറിയങ്ങളിൽ അവയെ പാർപ്പിക്കുന്നുണ്ട്. ഇനി മുറ്റത്തിറങ്ങി ഉലാത്തണമെങ്കിൽ അതിനും ഒരു ചെറു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ടൈൽസ് വിരിച്ച പാതകളിലൂടെ അവർ നടന്ന് ബോറടി മാറ്റും. തവിട്ട് നിറത്തോടുകൂടിയ കാരപ്പേസ് അഥവാ പുറംചട്ടയാണ് ടർട്ടിലിന്റെ പ്രത്യേകത. വയറിന് അടിഭാഗം മഞ്ഞ നിറത്തിലാണ്. കൊക്കറ്റീൽ തത്തകൾക്ക് സ്ഥാനമുണ്ട്. വീരോ എന്നാണ് കൊക്കറ്റീലിനെ അറിയപ്പെടുക. ഓസ്ട്രേലിയക്കാരാണ് കൊക്കറ്റീൽ. നീളത്തിലുള്ള വാലും കവിൾമറുകുമൊക്കെ അവരുടെ പ്രത്യേകതയാണ്. യജമാനൻ പോയി എന്ന സാഹചര്യത്തിൽ ബോറടി തീരെയില്ല. അവയ്ക്ക് കളിക്കാനും ആടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും കൂട്ടിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
പഴങ്ങളും ധാന്യങ്ങളുമൊക്കെ തന്നെയാണ് കൊക്കറ്റീലിന്റെയും തീറ്റ. കൊനൂർ തത്തകൾ എന്ന വിഭാഗവും ഇപ്പോൾ അടിമകളിൽ സ്ഥാനം നേടുന്നുണ്ട്. കൊനൂറിനെ പിണക്കാൻ പാടില്ല. അവർക്ക് ആവശ്യമുള്ളതത്രയും നൽകും. ഒന്നും അമിതമാകില്ല താനും. പൈനാപ്പിൾ കൊനൂറാണ് കഴിഞ്ഞയാഴ്ച വന്നെത്തിയ അതിഥി. ഉടമ ഇനി 1 മാസം കഴിഞ്ഞേ എത്തൂ. അതുവരെ ഓറിയാനയിൽ അവർ സുന്ദര സുരഭില കാഴ്ചകൾ കണ്ട് പാർക്കും. ചെറുവാലോടുകൂടിയ ഉരുണ്ട തത്തകളാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ചെറു കേജുകളിലായിട്ടാണ് ഉടമകൾ അവരെ കൊണ്ടുവരിക. കൂട്ടിൽ നിന്ന് കൂട്ടിലേക്കൊരു മാറ്റം പതിവാണ്. ആ മാറ്റത്തിനും കൃത്യമായ സമയമെടുത്തേ നിർമ്മല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ. പൂച്ചകളിൽ വ്യത്യസ്ത ഇനങ്ങൾ തന്നെയാണ്. ഹോസ്റ്റൽ തുടങ്ങി 1 മാസം പിന്നിട്ടപ്പോൾ തന്നെ പൂച്ചകളുടെ വരവായി. മതപരമായ വേർതിരിവ് ഒട്ടുമേയില്ലാത്ത അരുമമൃഗമാണ് പൂച്ച. അരുമ ഹോസ്റ്റലിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. കൊണ്ടുവരുന്ന യജമാനന്മാരുടെ മനഃശാസ്ത്രം കൂടി മനസ്സിലാക്കിയാണ് ആ പ്രവൃത്തികൾ. ഓറിയാന പെറ്റ് ഹോസ്റ്റലിൽ നിർമ്മലിനെ സഹായിക്കാൻ ജീവനക്കാരുമുണ്ട്. അരുമകളെ കൊണ്ടാക്കി ദിവസങ്ങൾ പിന്നിട്ടാൽ അവർ ഹോസ്റ്റലിലെ അന്തേവാസിയായി മാറും. പിന്നീട് എപ്പോഴോ തിരിച്ചെത്തുന്ന യജമാനനായി അവർ കാത്തിരിക്കുന്നുണ്ട്. യജമാനൻ തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹപ്രകടനങ്ങൾ സങ്കീർണമാണ്. അത്തരം വൈകാരിക നിമിഷങ്ങളുടെ നിരവധി മുഹൂർത്തങ്ങൾ ഓറിയാന പെറ്റ് ഹോസ്റ്റലിൽ കാണാം. അതിനൊക്കെയും സാക്ഷിയാകാൻ നിർമ്മലും ജീവനക്കാരുമുണ്ട്. കാറിലും ചെറുവണ്ടികളിലുമായി ദിനംപ്രതി അങ്ങനെ വരവും പോക്കുമുണ്ട്. ഹോസ്റ്റലിൽ കൊണ്ടാക്കി ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴും പിന്നീട് സ്വീകരിക്കാൻ എത്തുമ്പോഴുമൊക്കെ നിരവധിയായ സ്നേഹത്തിന്റെ കുടമാറ്റങ്ങൾ. കൊച്ചി കളമശ്ശേരി ഓറിയാന പെറ്റ് ഹോസ്റ്റലിൻ്റെ നായകൻ നിർമ്മലായി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. നമസ്കാരം. സാധാരണ ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു മാതൃകയാണ് ഈ ഹോസ്റ്റലെന്ന്. പ്രത്യേകിച്ചും നായ്ക്കൾക്കുള്ള ഹോസ്റ്റൽ എന്നതിനപ്പുറത്തേക്ക് എല്ലാത്തരം അരുമകളെയും പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം? കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം അല്ല ഇപ്പോൾ ഇവിടെ, ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് പെറ്റ്സ് കൂടുതലും ഫ്ലാറ്റും വില്ലകളൊക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ പെറ്റ്സിനെ കുറിച്ച് ഉള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പൊതുവെ ആൾക്കാരിങ്ങനെ കൺസൾട്ട് ചെയ്ത് ചോദിക്കുക എന്ത് ചെയ്യണം, എങ്ങനെ പോകണം ട്രാവൽ ചെയ്യുമ്പോൾ. എസ്പെഷ്യലി ഞാൻ ടൂറിസം ഇൻട്രസ്റ്റിംഗ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലിത് ഒരു ബോധവതയുണ്ടായി. അങ്ങനെ തീർച്ചയായിട്ടും അതിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇങ്ങനൊരു ഹോസ്റ്റൽ നടത്തുമ്പോൾ ഇപ്പോൾ ഇത് എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? 6 വർഷം. അപ്പോൾ ഇത് ധാരാളം സംഘർഷങ്ങളുള്ള ഒരു മേഖലയാണ്. ഒന്നാമത് പല വൈകാരികമായ പല മുഹൂർത്തങ്ങൾക്കും താങ്കൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ നടത്തിപ്പിൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുണ്ട് ഈ പെറ്റ്സിനെ സംബന്ധിച്ചോളം നടത്തിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഈ പെറ്റ്സിനെ വളർത്തുന്ന രീതി, അതിൻ്റെ ഒരു സിസ്റ്റം. വെറുതെ ഒരു ഭാര്യയ്ക്ക് ഒരു കൂട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കൊരു കമ്പാനിയനപ്പുറത്തേക്ക് നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ഒരു ഡോക്ടറുടെ അടുത്തോ ഒരു വെറ്റിനറി ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ പെറ്റ്സായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറവുകളും നല്ലതും മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ആ പെറ്റിൻ്റെ ആവശ്യത മനസ്സിലാക്കി വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാം. തീർച്ചയായിട്ടും അങ്ങനെ പല പെറ്റ്സ് ഇവിടെ വരാറുണ്ട്. വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾക്ക് ആദ്യത്തെ തവണയാണ്, ഞങ്ങൾക്ക് ഈ തെറ്റ് പറ്റിപ്പോയി, അങ്ങനെ ബുദ്ധിമുട്ട് പോയി. പിന്നെ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ആ പെറ്റിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ അത് സ്മൂത്തായിട്ട് നടക്കും. ഓരോ കൂട്ടിലും ഒരു ചിട്ടവട്ടമുണ്ട്. അരുമകളുടെ പേര്, ഇനം, യജമാനന്റെ പേര്, മൊബൈൽ നമ്പർ, എന്നാണോ കൊണ്ടുവന്നത്, എന്നാണോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായ ചാർട്ടിൽ രേഖപ്പെടുത്തും. അവരുടെ തീറ്റക്രമം നേരത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി യജമാനന്മാരുമായി ഒരു അഭിമുഖമുണ്ട്. അങ്ങനെയാണ് ഫീഡിംഗ് ഡാറ്റ ചാർട്ടിൽ ചേർക്കുക. എന്തെങ്കിലും വൈദ്യപരിശോധനയുടെ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അതും നേരത്തെ തന്നെ ചേർക്കും. അലർജി, എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുള്ള ഭക്ഷണം, അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തും. ഒരുപാട് നാൾ, അതായത് ഇപ്പോൾ ചില 1 മാസത്തിനപ്പുറത്തേക്കൊക്കെ ബോർഡിങ്ങിന് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനൊരു ചെറിയ ന്യായമായ ഒരു എക്സർസൈസായി കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ലോങ് സ്റ്റേ പെറ്റ്സിന് നമ്മൾ ആദ്യം പറയുന്നത് ഓൺ റോഡ് വന്ന് സ്ഥലം കാണാൻ പറയും. ഒരു 1 വീക്കിന് മുകളിലൊക്കെയുള്ള ബോർഡിങ്, അതായത് ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന 1 മന്ത്, 2 മന്ത്, 3 മന്ത് ഒക്കെ സ്റ്റേ ചെയ്യുന്ന 6 മന്ത്സ് വരെ പോകുന്നവരുണ്ട്.
അവരോട് നമ്മൾ ആദ്യം പറയുന്നത് നിങ്ങൾ ആദ്യം ബോർഡിംഗ് ആണ്, എന്നിട്ട് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കംഫർട്ട് ആണെങ്കിൽ മാത്രം ബ്ലോക്ക് ചെയ്യുക. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് അവർ ടെൻസ്ഡ് ആവരുത്. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്ലി ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഴിച്ചു വിടുന്ന സിസ്റ്റം ഉണ്ട്. ഫുൾ ടൈം കെന്നൽ ബോർഡിംഗ് ആണെങ്കിലും നമ്മൾ അഴിച്ചു വിടും ഇവരെ. മോർണിംഗ് ആൻഡ് ഈവനിങ് അഡൽട്ട് ഡോഗ്സിന് 20-25 മിനിറ്റ്സ് ഇൻഡിവിജ്വലി അഴിച്ചു വിടും. ടോയ് മറ്റേ ഇതാണെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ 5 ടൈംസ്. ഇപ്പോൾ 5 ടൈം ഫീഡിംഗ് ഉണ്ട്, 4 ടൈംസ് ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ അതിനുള്ള സ്പേസും ഉണ്ട്, ടൈമും ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ക്യാറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് ഒരുപാട് പെക്യുലാരിറ്റീസ് ഉള്ള ഒരു animal-ആണ്. അതെ അതെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എല്ലാവരോടും ഇണങ്ങണമെന്നില്ല. എന്നാൽ പുറത്ത് തലോടുന്ന ആരായാലും ഇണങ്ങുന്ന പൂച്ചകളുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഫുഡിനോട് ഭയങ്കര പ്രത്യേക താല്പര്യങ്ങളുള്ള പൂച്ചകൾ. അതിനെ മാനേജ് ചെയ്തിട്ട് പ്രയാസമല്ലേ? ക്യാറ്റ്സ് ചിലർ സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ അത് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ. ചില ക്യാറ്റ്സ് ആ ടെറിട്ടറി അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. പക്ഷേ പറഞ്ഞ പോലെ തൊട്ടാൽ പെട്ടെന്ന് കൈകളിലേക്ക് ഇണങ്ങുന്ന ക്യാറ്റ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട് നമ്മൾ 2 ടൈം ക്ലീനിങ് ആണ്. അതിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ അവരെ അവിടെ കംഫർട്ടായിട്ട് നിൽക്കുക, അവരെ പാമ്പർ ചെയ്യുക, അവരെ പെട്ടെന്ന് പോയി തൊട്ട് അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. അപ്പോൾ അവർക്ക് ആ സ്പേസ് കൊടുക്കുക, ടൈം കൊടുക്കുക, ഫുഡ് വെച്ചിട്ട് ഞങ്ങൾ മാറും. പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ പതുക്കെ അവരെ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതുപോലെ തന്നെ ഗ്രേ പാരറ്റ്, കൊക്കറ്റീൽ, കൊക്കറ്റു, സൺകൊന്യൂർ, പൈനാപ്പിൾ കൊന്യൂർ, അത്തരം ബേഡ്സിനൊക്കെ അങ്ങനെ പെട്ടെന്ന് ടൈം ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന മിക്കവും ടേംഡ് ബേർഡ്സ് ആണ്. ഫ്ലാറ്റിലായാലും വില്ലക്കകത്തൊക്കെ വീടുകൾ താമസിക്കുന്ന ടേംഡ് ബേർഡ്സാണ് വരുന്നത്. പക്ഷേ ബേർഡ്സ് നോർമലി അട്രാക്റ്റ് ആണ്. പക്ഷേ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഓണറല്ല. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് അവർ പതുക്കെ കീപ്പ് ചെയ്യും. പക്ഷേ ഒരു 2-3 ടൈംസ് വന്നു പോകുന്ന ബേർഡൊക്കെ നമ്മളോട് ഇണങ്ങി വരും. ഓറിയാന പെറ്റ് ഹോസ്റ്റലിലെ നടുമുറ്റത്തേക്ക് ചെന്നു. നായ്ക്കൾ തന്നെയാണ് ഇവിടെ താരങ്ങൾ. പ്രിയപ്പെട്ട യജമാനന്മാരെ വേർപിരിഞ്ഞെങ്കിലും വലിയ കൂട്ടായ്മയുടെ സൗഹാർദ്ദത്തിലാണ് അവർ കഴിയുന്നത്. എവിടെ നിന്നോ വന്ന അജ്ഞാതരായ കൂട്ടുകാർ എല്ലാവരും ഇടക്കാലത്തേക്ക് ഒരുമിക്കുന്നു. മനുഷ്യർക്ക് പരിചിതമല്ലാത്ത ഭാഷ പങ്കുവയ്ക്കുന്നു, മനസ്സും പങ്കുവയ്ക്കുന്നു. പെട്ടെന്ന് നിർമ്മലിൻ്റെ അടുത്തേക്ക് ഒരു നായ വരികയാണ്, അല്ലെങ്കിൽ ഒരു പൂച്ച വരികയാണ്, അല്ലെങ്കിൽ ഒരു തത്ത വരികയാണ്. തീർച്ചയായിട്ടും നിർമ്മലുമായിട്ട് അത് ആദ്യമായിട്ട് ഉള്ളൊരു പരിചയമാണ്, അത് വരുന്നില്ല. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിർമ്മലിന് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അവരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുക? അത് ഒരു എക്സ്പീരിയൻസ് ആണ് സർ. സ്വാഭാവികമായിട്ടും അതിലേക്ക് ഒരു താല്പര്യവും പാഷനും വരുമ്പോൾ നമ്മളതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ പെറ്റിൻ്റെ എന്താണ് വി ഷുഡ് റീഡ് ഫ്രം ദർ ഐസ്, അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് സാധിക്കണം. അതെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പെറ്റ് ഹോസ്റ്റൽ സക്സസ്ഫുൾ ആയിട്ട് കൂടെ സ്റ്റാഫിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളതിന് ചിലവർക്ക് ദേഷ്യമുള്ളവരുണ്ടാവും, നമ്മൾ പറയില്ല ജാടയുള്ളവരുണ്ടാവും, എന്നാൽ പേടിയുള്ളവരുണ്ടാവും. അവരോടൊക്കെ ഓരോ രീതിയിൽ നമ്മൾ സ്റ്റെപ്സ് എടുത്ത് പതുക്കെ അവരെ ഇണക്കിയെടുക്കും. നായ്ക്കൂടുകൾക്കായി എല്ലാ സൗകര്യവും നിർമ്മൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ അലങ്കാരത്തിലാണ് നായ്ക്കൂടുകൾ. അഗ്ലോണിമയും ലിസ്റ്റ് ചെടികളും ഒക്കെ വളർത്തി നായ്ക്കൂടുകൾ ഭംഗിയാക്കിയിരിക്കുന്നു. നടുമുറ്റമെന്നാൽ സ്വർഗീയ സൗകര്യമുള്ള ഇടം തന്നെ. ഇതാ ലോക്കിയെ കണ്ടോ, ഗൾഫിലാണ് യജമാനൻ. ലാബ്രഡോർ എന്ന ബ്രിട്ടീഷ് ഇനമാണ് ലോക്കി. റിട്രീവർ ഗൺ ഡോഗ് എന്നാണ് ലോകമെമ്പാടും അവരെ അറിയപ്പെടുക. സൗഹൃദങ്ങൾ ആവേശഭരിതരാക്കുന്നവരാണ് ലാബ്രഡോർ ഇനം. ദിശ കാട്ടുന്നതിനും റെസ്ക്യൂ ഓപ്പറേഷനും തെറാപ്പി വർക്കിലുമൊക്കെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇനം. ഇതാ സാൻഡി എന്ന ഗോൾഡൻ റിട്രീവർ. സ്കോട്ടിഷ് ഇനമാണ് ഗോൾഡൻ റിട്രീവർ. കുലീനവും സൗമ്യവുമായ പെരുമാറ്റം. ഹോസ്റ്റലിൽ നല്ല അനുസരണയോടെ സാൻഡി നിൽക്കും. വൈകാരികമായി ഏറ്റവും സങ്കീർണ സ്വഭാവമുള്ള അരുമയാണ് ഡാഷ് ഹണ്ട്. വീനർ ഡോഗ് എന്നാണ് ഡാഷ് ഹണ്ടിനെ അറിയപ്പെടുക. ചെറുകാലും നീളൻ ശരീരവും നീണ്ട വാലുമായി അവർ കുണുങ്ങി പെറ്റ് ഹോസ്റ്റലിൽ നടക്കും. ബീഗിൾ ഒരു ഫ്രഞ്ച് നായാണ്. നായ്ക്കളിലെ ജെന്റിൽമാൻമാരാണ് ബീഗിൾ ഇനം. ഒരു കോമാളി രൂപം എന്നൊക്കെ പറയുമെങ്കിലും മിൻപിൻ ഹോസ്റ്റലിന് ഒരഴകാണ്. നിർമ്മൽ പ്രത്യേക ശ്രദ്ധയെടുത്താണ് മിൻപിനെ പെറ്റ് ചെയ്യുക. മിൻപിനിന്റെ പൂർണ്ണരൂപം മിനിയേച്ചർ പിൻഷർ എന്നാണ്. ജർമ്മൻ വാക്കായ പിൻഷറിൽ നിന്നാണ് മിൻപിൻ എന്ന പേര് കിട്ടിയത്. കടിക്കുന്നവൻ എന്ന് തന്നെയാണ് പിൻഷറിന്റെ അർത്ഥം. 8 വയസ്സുകാരനായ ആനന്ദ് എന്ന കറുത്ത പഗ് എത്തിക്കഴിഞ്ഞു. മൊബൈൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഒരു കാലത്ത് പഗ് എന്ന ഇനം. ചൈനീസ് നായാണ് പഗ്. ഉണ്ട കണ്ണുകളും വെൽവെറ്റ് ചർമ്മവും കോമാളി മുഖവുമായി അവൻ ആകർഷിക്കാത്തവരില്ല.
ലോകത്ത് ഏറ്റവും അധികം വനിതാ ആരാധകരുള്ള നായയാണ്. എന്നാൽ പഗ്ഗിനെയും കടത്തിവെട്ടി ഇതാ ഷിറ്റ്സു എത്തി. കവാന എന്നാണ് ഷിറ്റ്സുവിന്റെ ഓമനപ്പേര്. കണ്ണിണകളെ മൂടുന്ന രോമരാജി ഒരുപക്ഷെ തലയിൽ കെട്ടായി മാറ്റാനും കഴിയും. അപ്പോൾ ഇനി ഓർത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടോ? ഒന്ന് കൊണ്ടാക്കിയപ്പോൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഹാരം കഴിച്ചില്ല എന്ന് പറയുന്നത് പോലെ കൊണ്ടുചെന്നാക്കിയപ്പോൾ ഉടമയ്ക്കോ അല്ലെങ്കിൽ അരുമയ്ക്കോ ഉണ്ടായ ഒരു മാനസിക സംഘർഷം എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും പെറ്റ്സിന് സെപ്പറേഷൻ ആൻസൈറ്റി വളരെ ഹൈ ആണ്. ബോർഡിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹോമിലേക്ക് ആവണമെങ്കിൽ ആ ടെറിട്ടറി അഡാപ്റ്റ് ചെയ്യണം. ആ ടെറിട്ടറി അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും നമ്മളെല്ലാം ഒരുമിച്ച് നിന്നൊരു കംഫർട്ട് സോൺ കൊടുക്കണം. അപ്പോൾ അത് ആ പെറ്റ് അവിടെ വന്ന് ഞങ്ങൾ എന്താ ചെയ്യുന്നതും ബാക്കിയുള്ള പെറ്റ്സ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം കണ്ട് മനസ്സിലാക്കുന്നത് അഡ്ജസ്റ്റഡ് ആവണേ. അപ്പോൾ തീർച്ചയായിട്ടും പെറ്റ്സിന് ആദ്യത്തെ ചില പെറ്റ്സിന്, അതായത് എസ്പെഷ്യലി നമ്മൾ ബെഡ്റൂമിൽ രാത്രി ഉറങ്ങുന്ന പെറ്റ്സ് അവർക്ക് ഭയങ്കര സിവിയർ ആൻസൈറ്റി. കാരണം രാത്രി ഓണറുടെ സ്മെല്ലും ഈ എന്താ പറയുക സൗണ്ടൊക്കെ ആയിട്ട് കംഫർട്ടായിട്ടാണ് നൈറ്റ് കിടന്നുറങ്ങുന്നത്. അതിനെ നമ്മൾ ഒന്ന് കംഫർട്ടാക്കി എടുക്കണമെങ്കിൽ 1-2 തവണ ഇവിടെ വന്ന ശേഷമാണ് അത് പ്രാക്ടിക്കൽ ആവാറുള്ളൂ. ആഹാരം പാകം ചെയ്യാൻ പ്രത്യേക കിച്ചൺ തന്നെയുണ്ട്. മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും കൂടിയ അരി നന്നായി കഴുകി കുക്കറിൽ വെള്ളത്തിൽ തിളപ്പിക്കും. ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ, മീൻ വേണ്ടവർക്ക് അത്. അങ്ങനെയാണ് റേഷൻ. മത്തങ്ങയും ക്യാരറ്റും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ ഇഷ്ടപ്പെട്ടവർക്ക് അതും തരാതരം പോലെ നൽകും. ചൂര അഥവാ ട്യൂണയാണ് മീൻ ഇനം. ചൂര വേവിച്ച് ശീതീകരണികളിൽ സൂക്ഷിച്ചാണ് വെക്കുക. മസാല ഇല്ലാതെയാണ് മീൻ നൽകുക. ഇനി മുട്ട വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനും സൗകര്യമുണ്ട്. സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് അതിനായി തയ്യാറാക്കുക. ഓറിയാന പെറ്റ് ഹോസ്റ്റലിൽ ഒരു സാധാരണ മെനു ഉണ്ട്. ചോറും ചിക്കനും മിക്സ് ചെയ്താണ് അത് തയ്യാറാക്കുക. ഓരോ സെക്ഷനിലും ഓരോരുത്തർക്കും പ്രത്യേകം തീറ്റ നൽകും. അവിടെയും ഒരു സംഘർഷമുണ്ടാകാൻ പാടില്ല. പ്രോബയോട്ടിക്കായി തൈരും ചേർക്കാറുണ്ട്. ചോറും മുട്ടയും തൈരും മറ്റൊരു കോമ്പിനേഷനാണ്. ഓരോ അരിമകൾക്കും നൽകേണ്ട റേഷന്റെ അളവ് യജമാനിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കും. അങ്ങനെ ഇനി പറയാറില്ലെങ്കിൽ അത് സ്വയം അറിഞ്ഞു ചെയ്യുകയാണ് നിർമ്മൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആഹാരത്തിലുമൊക്കെ വളരെ സ്പെസിഫിക് അല്ലേ പലരും? തീർച്ചയായിട്ടും നമുക്കിവിടെ ഫുഡ് സിസ്റ്റം വളരെ പ്രധാനമാണ്. പെറ്റ് ബോർഡിങ്ങിൽ എന്താണോ അവരുടെ വീട്ടിൽ കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മളിവിടെ പ്രാക്ടിക്കലായിട്ട് ഫോളോ ചെയ്യുന്നത്, സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ബുക്കിംഗ് വരുമ്പോഴത്തേക്കും ഓർഡർ എടുത്ത് പറയും, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ്, ഡ്രൈ ഫുഡ് അല്ലെങ്കിൽ എൻ്റെ ട്രീറ്റുകളാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം, സെയിം ഫുഡ് കൊണ്ടുവരണം, ക്ലോസ് കണ്ടെയ്നറിൽ ടൈറ്റായിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവരണം. പിന്നെ ഒരു ദിവസത്തിൽ കൂടുതലുള്ള ഫുഡ് തരുകയും വേണം. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അവരെങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡ് പിന്നെ കിട്ടണമെന്നില്ല മാർക്കറ്റിൽ. പിന്നെയുള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോംലി ഫുഡാണ്. ഹോംലി ഫുഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഫ്രഷ് ചിക്കൻ, നമ്മൾ കഴിക്കുന്ന പോലത്തെ ഫുൾ ചിക്കൻ, അല്ലാതെ അതിൻ്റെ ഒരു വേസ്റ്റോ പാർട്സോ ഒന്നുമല്ല. ഫ്രഷ് ചിക്കൻ തന്നെ വാങ്ങിച്ച് നമ്മൾ പാക്കറ്റിലാക്കിയിട്ട് ബോയിൽ ചെയ്തോ സ്റ്റീം ചെയ്ത് കൊടുക്കും. ദെൻ ട്യൂണ ഫിഷാണ്, ബോൺലെസ് ആയിട്ട് കൊടുക്കും. എഗ്ഗ്, കേർഡ് എല്ലാ ഐറ്റം എക്സെപ്റ്റ് ബീഫ് ആൻഡ് മട്ടൺ. ഇനി അത് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ചിലർക്കൊക്കെ കുളി നിർബന്ധമാണ്. നായ്ക്കളെയും പൂച്ചകളെയും ഒന്നും എല്ലാ ദിവസവും കുളിപ്പിക്കാറില്ല. എങ്കിലും ആഴ്ചയിൽ ഒരു കുളിയുണ്ട്. ഇതിനായി ബാത്ത് ടബുകളും ഹാൻഡ് ഷവറും തീർത്തിട്ടുണ്ട്. നല്ല ഷാമ്പൂവിൽ നന്നായി കുളിച്ച് വേനൽ എത്തുന്നതിന് മുമ്പേ മുടി തോർത്തി അവർ തിരിച്ചെത്തും. ഇതൊക്കെയും തരാതരം പോലെ ചെയ്യാൻ ജീവനക്കാരുണ്ട്. സകല പ്രണയങ്ങളും മീനിന്റെ ചെതുമ്പൽ പോലെ കൊഴിഞ്ഞു പോകുമ്പോൾ അചഞ്ചലമായ സ്നേഹം നൽകുവാൻ ഓറിയാന പെറ്റ് ഹോസ്റ്റൽ എപ്പോഴും രംഗത്തുണ്ട്. അക്കാര്യത്തിൽ കുടുംബമൊന്നാകെ നിർമ്മലിനെ സഹായിക്കുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മടിയില്ല താനും. നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പരിമിതമായ സാഹചര്യത്തിൽ അത്യന്തം വൃത്തിയായി നല്ലൊരു ഹോസ്റ്റൽ നടക്കുകയാണ്. അതെ. ഇനി എന്താണ് ഒരാഗ്രഹം? എക്സ്പാൻഷൻ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിലും, കാരണം പലരും പല നാട്, ഇപ്പോൾ ഞങ്ങൾക്ക് ഔട്ട് ഓഫ് ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, പത്തനംതിട്ട എസ്പെഷ്യലി NRIs കൂടുതലുണ്ട്. അവർ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കൊച്ചിൻ എയർപോർട്ട് എടുത്തിട്ട് ഇവിടെ ആക്കിയിട്ട് പോകും. അതുപോലെ ഫോറിനേഴ്സ് ടൂറിന് വരുമ്പോൾ ഇവിടെ ആക്കുന്നുണ്ട്. അപ്പം ഒരു എക്സ്പാൻഷൻ പ്ലാനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അതൊരു വറിയും കൂടിയുണ്ട്, ടു ബി ഫ്രാങ്ക്. കാരണം ഞാനും കൂടി കൂടെ വർക്ക് ചെയ്തിട്ടാണ് സിസ്റ്റം റൺ ചെയ്യുന്നത്. വർക്കേഴ്സിന് മാത്രം ഇട്ടിട്ടുള്ള വർക്കല്ല. അപ്പോൾ അത് കുറച്ച് കൊമേഴ്ഷ്യലൈസ്ഡ് ആവും, അല്ലെങ്കിൽ അവിടെ ഓടിയെത്താൻ പറ്റുമെന്നുള്ള വറി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് ഉള്ളത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുള്ള സിസ്റ്റമാണ്. പക്ഷേ വി ആർ തിങ്കിങ് അബൌട്ട് എ നെക്സ്റ്റ്. കസവ് നൂൽ പോലെയാണ് കണ്ണുകളിൽ നിന്ന് സ്നേഹം ഒഴുകുന്നത്. അതൊക്കെ അറിയാൻ കണ്ണുകൾ മാത്രം പോരാ, മനസ്സുകൂടി വേണം. പിടിച്ചാൽ പിടികിട്ടാതെ വഴുതിപ്പോകുന്ന മധുരോദാരമായ ചില നിമിഷങ്ങളുണ്ട്.
അതൊക്കെയും ഹൃദയത്തിലേറ്റുന്നുണ്ട് നിർമ്മൽ ഐപ്പ്. പ്രപഞ്ചമൊന്നാകെ സ്നേഹത്തിൻ്റെ ആശ്ലേഷങ്ങളാണ്. അതിൻ്റെ ചെറു കൈക്കുടന്ന മാത്രമാണ് ഓറിയാന പെറ്റ് ഹോസ്റ്റലെന്ന് നിർമ്മൽ വിനീതനായി പറയും. അത് ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുന്നതല്ല. കടലിലെ തിര പോലെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരു സാധ്യതയുണ്ടോ ഈ ഹോസ്റ്റലിന്? ഡെഫിനറ്റ്ലി സർ, ഹോസ്റ്റലിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ പെറ്റ് ലവേഴ്സ് ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് പോലും ആൾക്കാർ ബോർഡിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അത് സ്പേസ് ഉണ്ട് അവിടെ. എൻക്വയറി ചെയ്തുള്ള മാർക്കറ്റ് സ്റ്റഡിയിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ് ബോർഡിങ്, പെറ്റ്സ് ഉള്ളിടത്തോളം കാലം നമുക്ക് ബോർഡിങ്ങിൽ പോസിബിലിറ്റി ഉണ്ട്. അതെ, കാരണം അതിലൊരു കാര്യം കൂടിയുണ്ട്. കാരണം പണ്ട് കാലത്ത് നമ്മൾ എന്ത് പറയും, അയൽപക്കക്കാരോട് പറയും, ചേട്ടാ ഒന്ന് ഭക്ഷണം കൊടുത്തിട്ട് പോകാൻ, അല്ലെങ്കിൽ 2 ദിവസം ഒന്ന് നോക്കുമെന്ന് പറയും. പക്ഷേ ഇന്നത് ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം റിലേഷൻസ് വെച്ച് നോക്കുമ്പോൾ ആർക്കും അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബോർഡിങ് പോകുന്നത്. എന്തായാലും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ സാമാന്യം നല്ല വരുമാനം കൊയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണിത്. തീർച്ചയായിട്ടും 100%. അപ്പോൾ ഏതൊരു ചെറുപ്പക്കാരനും ഈ രംഗത്തേക്ക് വേണമെങ്കിൽ വരാം. ഏതൊരു ചെറുപ്പക്കാരനും പറ്റില്ല. പെറ്റ്സിനോട് ഒരു പാഷനും ഒരു ഇഷ്ടവും, അത് പണ്ട് കാലത്ത് പശു ഉണ്ടെങ്കിൽ എങ്ങും പോകാൻ പറ്റുന്ന പറയില്ല, അതിൽ കമ്മിറ്റഡ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആണത്. തീർച്ചയായും ധാരാളം സംരംഭകർക്ക് അനവധി സാധ്യതകളുള്ള ഒരു മേഖലയാണ് പെറ്റ് ഹോസ്റ്റൽ എന്ന് വ്യക്തമാക്കുകയാണ് നിർമ്മൽ ഐപ്പ്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും തരാം. താങ്ക് യു സർ. നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന ബൈബിൾ വചനമാണ് ഓറിയാന വീണ്ടും വീണ്ടും പറയുന്നത്. നേരാം ഓറിയാന പെറ്റ് ഹോസ്റ്റലിനായി ഭാവുകങ്ങൾ.